ഹലോ എവരി വൺ, ഞാനിന്ന് വന്നേക്കുന്നതേ കണ്ടില്ലേ, സമോസയാണ്. ഹോം മെയ്ഡ് സമോസ. ഇതാ ക്രിസ്പിയാ സൗണ്ട് കേട്ടോ. ഇങ്ങനെ നല്ല ക്രിസ്പി ആയിട്ടുള്ള സമോസ. ഷേപ്പ് ഔട്ടാണ് കേട്ടോ. ഇതാ ഇത് ഷേപ്പ് കുഴപ്പമില്ല, പക്ഷേങ്കിൽ ചിലതിൻ്റെയൊക്കെ ഷേപ്പ് പോയി. ഷേപ്പ് ഔട്ടാണ്. എന്നാലും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ സാധനമല്ലേ, ഹൈജീനായിട്ട് നല്ല നമുക്കിഷ്ടമുള്ള പോലൊക്കെ ഉണ്ടാക്കി. ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടി, ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് വേണ്ട, മോക്കായതുകൊണ്ട് എരിവൊന്നും ഇല്ലാതെ ആക്കിയ സാധനം. ശരി, എന്നാ വാ വീഡിയോയിലേക്ക് പോകാം. ഇത് മൈദ മാവാണ്, നല്ല കട്ടിയിൽ കുഴച്ചതാണ്. ഇത്രയും കട്ടിയിലാണെങ്കിൽ, നല്ല ഇതുപോലെ ആണെങ്കിലേ നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടുകയുള്ളൂ. ഇപ്പം നമുക്കിതിനെ പരത്തിക്കൊണ്ട് വരാമേ. എന്തായാലും ഞാനിവിടെ ഈ കനത്തിൽ ഒരു 4 ചപ്പാത്തി പോലെ ആക്കി. ഇനിയിപ്പം ഇതിനെ നമുക്ക് രണ്ടായിട്ട് മുറിച്ച് വെച്ച് കാണിക്കാമേ. ഇപ്പം ഞാൻ മുറിച്ചു. 4 ചപ്പാത്തി ആയിരുന്നല്ലോ, ഇപ്പോൾ 8 കഷ്ണമുണ്ട്. ഇപ്പം നമുക്ക് ഇത് ഫില്ലിങ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് ചെയ്ത് കാണിക്കാമേ. ഫില്ലിങ്ങിനായിട്ട് ഞാനിവിടെ 3 കഷ്ണം ഉരുളക്കിഴങ്ങ്, ഇത് പുഴുങ്ങിയതാണ്. അതും ഇച്ചിരിയും മല്ലിയിലയും, ഒരു അരമുറി ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും, മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇത്രയും എടുത്ത് കേട്ടോ. സാധാരണ പച്ചമുളക് ചേർക്കുന്നതായിരിക്കും നല്ലത്, പക്ഷേ ഞാൻ പറഞ്ഞില്ലേ മോക്ക് എരി അധികം വേണ്ട, അത് കാരണം ഞാൻ ചുമന്ന മുളക് പൊടി. ഇപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് ഉടച്ച് ഇളക്കിയെടുക്കാമേ. ഞാൻ ഇപ്പം ഇതെല്ലാം കൂടെ ഫില്ലിംഗ് എല്ലാം ഇളക്കി വെച്ചു. ഇപ്പം നമുക്ക്, ഞാൻ മുമ്പേ മുറിച്ച് വെച്ചില്ലായിരുന്നോ, ഇതെടുത്ത് വെച്ച് ഇതിനെങ്ങനെ കുമ്പിൾ കുത്താമേ. കുമ്പിൾ കുത്തിയിട്ട് ഇവിടെ ഈ സൈഡ് നനച്ച് കൊടുക്കാം. അത് നനച്ച് വെച്ച് ഇതാ ഇങ്ങനെ വെള്ളം തൊട്ടിട്ട് നനയ്ക്കുക. എന്നിട്ട് നമുക്കിത് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് കുമ്പിളായില്ലേ. ഇപ്പോൾ ഇതിലേക്ക് മസാല നിറച്ച് കൊടുക്കാമേ. ഈ ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് അതിൻ്റെ കൂട്ടെടുത്ത് ഇതിനകത്ത് വെച്ചിട്ട് നമുക്ക് ഈ അരികിലും വെള്ളം നനച്ചിട്ട് ഇതിനെ ഒട്ടിക്കാം കേട്ടോ. ഇപ്പം സമോസ റെഡി. ഇങ്ങനെ എല്ലാം ആക്കിയിട്ട് വറുത്തെടുക്കാമേ. ഇതിങ്ങനെ നനച്ചിട്ട് സമോസ ഇതാ അങ്ങനെ എല്ലാം ഇങ്ങനെ പാത്രത്തിൽ അടുക്കി വെച്ച് നമുക്ക് വറുത്തുകൊണ്ട് വരാമേ. ഞാൻ എണ്ണ വെച്ചു കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായി. ഇപ്പം നമുക്ക് സമോസ ഇട്ട് കൊടുക്കാം. ഫില്ലിംഗ് ഒന്നും പുറത്ത് വരാത്തൊക്കെ പോലെ ഒട്ടിക്കണേ. ചെറിയ ചട്ടിയല്ലേ, അതുകൊണ്ട് 4 എണ്ണ ഇട്ടുള്ളൂ. നമുക്ക് നന്നായിട്ട് വറുത്തുകൊണ്ട് വരാമേ. കണ്ടോ, നമ്മുടെ സമോസ ഇവിടെ തയ്യാറ്. ഹോം മെയ്ഡ് സമോസ. ഒരെണ്ണത്തിൻ്റെ വയറ് പൊട്ടി. ശരിയാണ്. ഇപ്പോൾ ഇതെണ്ണം എടുക്കാമേ. ഇച്ചിരൂടെ മൂത്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇത് മതി. ഇച്ചിരി കഴിയുമ്പോൾ ഇതിൻ്റെ കളർ അങ്ങ് ചേഞ്ച് ആകും. എണ്ണയൊന്നും കുടിക്കൂല കേട്ടോ. ഇതാണ് ഇതിൻ്റെ വയർ പൊട്ടി. നോക്കണ്ടോ, അത് ശരിക്കും ഒട്ടിയില്ല കേട്ടോ, അത് കാരണം അത് പൊട്ടി. ഞാനിട്ട് ഈ 4 എണ്ണം എടുത്തു. ഇനി ബാക്കിയും കൂടെ വറുത്തെടുക്കാമേ. ഇതല്ല ക്രിസ്പി സാധനം കേട്ടോ. കണ്ടോ സൗണ്ട് കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാൽ മതി. നല്ല ഒന്നാന്തരം സമോസ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാം. ഓക്കെ, ബായ്. എന്നാലേ അടുത്ത വീഡിയോ കാണാമേ.